ധാരണയിൽ ആവണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും എല്ലാ വിഷയങ്ങളിലും പ്രത്യേകം പ്രത്യേകം ചില നിലപാടുകളും നയങ്ങളും പരിപാടികളും ഉണ്ട്. അത് നടപ്പിൽ വരുത്തലാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ലക്ഷ്യം എന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു. അതിൽ പലതും ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റിനെ നിർദ്ദേശിക്കുകയും നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് നിയമം കയ്യിലെടുക്കുന്ന ഒരു പാർട്ടി വന്നുകൂടാ. ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ നിയമം കയ്യിലെടുത്ത് അതിനെതിരിൽ പ്രഖ്യാപനവുമായി നടന്നാൽ രാജ്യം പ്രസാദാകും, രാജ്യം നശിച്ചു പോകും. അതുകൊണ്ട് ഏത് പ്രശ്നങ്ങൾ വന്നാലും നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. അത് ഇവിടുത്തെ ഗവൺമെന്റ് ശ്രദ്ധിക്കാത്ത പക്ഷം ഞങ്ങൾ ശ്രദ്ധിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഞാൻ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം കൊണ്ടുവരികയാണ്. ഇവിടെ നിരവധി ഓർഫനേജുകളുണ്ട്. യതീംഖാനകൾ എന്ന് പറയും. ഈ ഓർഫനേജിൽ എല്ലാം അവരെ നിയന്ത്രിക്കാൻ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഉണ്ട്. ആ കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമവും ഉണ്ട്. ആ നിയമം ശരിക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും യതീംഖാനകൾ നടത്തുന്നത്. ആരെങ്കിലും ആ നിയമം പാലിക്കുന്നില്ല എങ്കിൽ അവരെ ശാസിക്കുകയും അവർ രജിസ്ട്രേഷൻ നടത്തുകയും വേണം. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ ഒരു പുതിയ JJ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നു. ആ കൊണ്ടുവന്നത് ഹൈക്കോടതി അത് നടപ്പാക്കണമെന്ന് പറയുമ്പോഴേക്ക് താമസം വിന നമ്മുടെ ഗവൺമെന്റ് അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒരിക്കലും അത് ശരിയല്ല, അംഗീകരിക്കാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. എന്തുകൊണ്ട്? ഈ പുതിയ ആക്ട് ഇവിടെ വരുന്ന പക്ഷം 17,000 കുട്ടികളുടെ പഠനം നഷ്ടപ്പെട്ടു പോകും. 1000 യതീംഖാനകൾ അടച്ചു പൂട്ടേണ്ടി വരും. ഞാൻ ആ ആക്ട് പൂർണ്ണമായി ഇവിടെ വായിച്ചു കേൾപ്പിക്കുകയോ പറയുകയോ അല്ല, പഠിച്ചിട്ടാണ് പറയുന്നത് എന്ന് ഞാൻ പറയുന്നു. ഞങ്ങൾ പഠിച്ചു പറയുകയാണ്. ഈ JJ ആക്ട് ഇവിടെ വരുന്ന പക്ഷം യതീംഖാനകൾ പൂട്ടേണ്ടി വരും. 1000 10,000 കുട്ടികളുടെ പഠനം നിർത്തേണ്ടി വരും. ഇത് ഉടനെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഓർഡർ ഇട്ടു. അത് ഹൈക്കോടതി ഒപ്പുവെച്ചു.
നമ്മുടെ ഗവൺമെന്റ് പാസ്സാക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഗവൺമെന്റ് അതിന് അപ്പീൽ പോയില്ല? ഉടനെ കേരള ഗവൺമെന്റ് ആ വിധിക്കെതിരെ അപ്പീലിന് പോകണം. അഥവാ അപ്പീലിന് പോയിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ നിയമത്തിന് ഉപാധിയുണ്ടാക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ആ ഉപാധിയിൽ ഗവൺമെന്റ് മറ്റുള്ളവരോടും കൂടി ആലോചിച്ച് പ്രതിപക്ഷത്തോടും ഭരിക്കുന്നവർ തമ്മിലും അല്ലാത്ത ആളുകളോടും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനം പൂട്ടിപ്പോകാതെ നടത്താനുള്ള നിരവധി ഉപാധികൾ കൊണ്ടുവരാൻ ഗവൺമെന്റിന് കഴിയും. ഇതൊന്നും പഠിക്കാതെ വേഗത്തിൽ അംഗീകരിച്ചാൽ പറ്റോ? അതുകൊണ്ട് തന്നെ ഈ ആക്ട് അംഗീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കോടതിയുടെ വിധി അംഗീകരിക്കില്ല എന്നല്ല. കോടതി വിധി ഉണ്ടായാൽ അതിന് അപ്പീൽ പോകാൻ മാർഗമുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു കോടതി, ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ട് അത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാവൂല. കാരണം അതിന്റെ അപ്പുറത്ത് സുപ്രീം കോർട്ടുണ്ട്. ആ സുപ്രീം കോർട്ടിൽ പോകണം. അങ്ങനെ പോകാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയണം. തീർച്ചയായും ഗവൺമെന്റ് പോകുമ്പോൾ അതിന് ശക്തിയുണ്ടാകും. അഥവാ ഗവൺമെന്റ് പോയിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് നിയമനിർമ്മാണം ഉണ്ടാക്കുന്നതിൽ നിരവധി ഉപാധികൾ ഇതിന് വെക്കാൻ കഴിയും. ആക്ടിൽ പറയുന്ന നിയമങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും, വളച്ചൊടിക്കാൻ കഴിയും, ശക്തമായ നിലക്ക് അവരെ തിരുത്താൻ കഴിയും. അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ബഹുജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടാക്കാൻ, ബഹുജനങ്ങൾക്ക് പഠിക്കാൻ അതിന്റെ മാർഗമായിരിക്കണം ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതിപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റും കഴിഞ്ഞ കാലത്ത് ഭരിച്ച ഗവൺമെന്റും ഇനി ആര് ഭരിക്കുന്നു നമുക്കറിയില്ല. ആ ഭരിക്കുന്ന ഗവൺമെന്റും എല്ലാവരും ബഹുജനങ്ങൾക്ക് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാവണം, ഇതിനു വേണ്ടി ശ്രദ്ധിക്കണം. ബഹുജനങ്ങൾക്ക് നന്മയുണ്ടാകണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ